പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം ഒടുവിൽ വേദേൻ്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം അവിടെ നിന്നും ആരും കാണാതെ നേരെ പോകുന്നത് വാസവൻ്റെ പഴയ ഗോഡൗണിലേക്കായിരിക്കും. വേറെ എവിടെ പോയാലും സുരക്ഷിതനല്ല എന്ന കാര്യം മനസ്സിലാക്കി വിക്രം അവിടെ തന്നെ പോയി. ആരും തന്നെ കണ്ടുപിടിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വിക്രം അവിടെ തന്നെ കഴിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വരുണനെ കൊന്ന ആ ഒരു നരാധനെ പുറത്തു കൊണ്ടുവരാനും വേദയുമായിട്ട് പുതിയൊരു ജീവിതം പടുത്തുയർത്താനും വേണ്ടിയിട്ടാണ് വിക്രം അവിടെ തന്നെ ഒളിച്ചു നിൽക്കുന്നത്. അന്നേരം രാത്രിയായപ്പോൾ പതുക്കെ ആരും കാണാതെ വിക്രം ശ്രീനിവാസൻ്റെ വീട്ടിലേക്കെത്തി. പുറത്ത് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ശ്രീനിസാറും സുധയും അങ്ങോട്ടേക്ക് ഞെട്ടിയുണർന്നു. ഈ സമയത്ത് ആരായിരിക്കുമെന്നറിയാതെ അവർ പരിഭ്രമിച്ചു പോയി വാതിൽ തുറന്നു നോക്കാണ്. മുന്നിൽ നിൽക്കുന്ന വിക്രമിനെ കണ്ട് ശ്രീനിവാസൻ ശരിക്കും അങ്ങ് തരിച്ചുപോയി. ഉടനെ തന്നെ അവനെ അകത്തേക്ക് വിളിച്ചിട്ട് വാതിലടച്ചിട്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ വിക്രം, നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം വിക്രം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് വിവരിച്ചു. വാസവൻ തന്നെ വെടിവെച്ചതും വേദയുടെ വീട്ടിൽ ആരും കാണാതെ ഒളിവിൽ കഴിഞ്ഞതുമെല്ലാം കേട്ട് ശ്രീനിവാസൻ ഞെട്ടലോട് കൂടെ അങ്ങനെ നോക്കി നിൽക്കാടെ. കൂടെ സുധയും നീരവും ഉണ്ടായിരുന്നു. ഞാൻ കാരണം വേദ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സർ. എന്നെ രക്ഷിക്കാൻ അവൾ അത്രയും ശ്രമിച്ചതാണ്. പോലീസിൻ്റെ കയ്യിൽ അകപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്ന് വിക്രം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നത്, നീ പേടിക്കേണ്ട വിക്രം, ഇതിന് പിന്നിൽ കളിച്ചവരാരാണെന്നോ അവനെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ആ പുളിക്കനെ ഞാൻ എല്ലായിടത്തും തിരയുന്നുണ്ട്, പക്ഷേ അവനെങ്ങും കാണുന്നില്ല. അവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ കണ്ടുപിടിക്കാതെ ഞാൻ വിടില്ല വിക്രം. അതുവരെ നീ ഒളിച്ചു തന്നെ കഴിയണമെന്ന് പറയും. വിക്രം ഉടനെ തന്നെ മറുപടി പറയുന്നുണ്ട്, സർ, ആരും സംശയിക്കാത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. വാസവൻ്റെ തന്നെ ഗോഡൗണിലാണുള്ളത്. അവിടെയാകുമ്പോൾ അവരാരും എന്നെ അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ശ്രീനിവാസൻ സർ അങ്ങ് അത്ഭുതപ്പെട്ടു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം, എന്ത് ധൈര്യത്തിലാണ് നീ അങ്ങോട്ടേക്ക് പോയത്? വാസവൻ എങ്ങാനും നിന്നെ കണ്ടുപിടിച്ച അവിടെ വെച്ചിട്ട് നിന്നെ അവസാനിപ്പിക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം വിക്രം ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു, ഇല്ല സർ, വരുണിനെ കുത്തിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതുവരെ വാസവനോ പോലീസുകാരോ ആരും എന്നെ തൊടാനാവില്ല. ഞാനിപ്പോൾ വന്നത് പുളിക്കനെ കുറിച്ച് അന്വേഷിക്കാനാണ്. അവൻ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ശ്രീനിവാസൻ സാർ പറഞ്ഞു, നീ പേടിക്കണ്ട, അവൻ എവിടെയുണ്ടെങ്കിലും നമുക്കവനെ കണ്ടുപിടിക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. വിക്രം പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. എന്നാ ഞാൻ ഇറങ്ങുവാണെന്ന് പറയാണ്. നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒന്നും വേണ്ട സർ. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നും രക്ഷപ്പെട്ടു. മതിൽ ചാടി വിക്രം പോകുന്നത് ശ്രീനിവാസൻ നോക്കി നിൽക്കുകയാണ്. വാതിലടച്ചതിന് ശേഷം അദ്ദേഹം സുധയോട് പറഞ്ഞു, വല്ലാത്തൊരവസ്ഥയായി പോയി വിക്രമിൻ്റേത്. ആ പുളിക്കനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം, ഇതിനൊരവസാനം കാണണമെന്ന് പറയും. വിക്രം ആരും കാണാതെ ഗോഡൗണിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ ചില ഗുണ്ടകൾ മദ്യപിച്ചിരിക്കുന്നത് കണ്ടു. താൻ സുരക്ഷിതമായി ഒരിടത്തുണ്ട് എന്ന കാര്യം വേദയെ എങ്ങനെയെങ്കിലും അറിയിക്കണമെന്ന് വിക്രമിന് തോന്നി. അവിടെ നോക്കുമ്പോൾ ഒരു ഫോൺ ഇരിക്കുന്നതും കണ്ടു. ആരും കാണാതെ ആ ഒരു ഫോൺ അങ്ങ് കൈക്കലാക്കി അവൻ നേരെ വേദയെ വിളിച്ചു. വിക്രത്തെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ വേദയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. വർക്ക്ഷോപ്പിലെ സുഹൃത്തുക്കളോടൊക്കെ തിരക്കിയെങ്കിലും ആർക്കും വിക്രമിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. വിക്രമിൻ്റെ വിളി വന്നതും വേദ ഫോൺ എടുത്തു. വിക്രം ഉടനെ തന്നെ പറഞ്ഞു, വേദ, ഇത് ഞാനാണ് വിക്രം. പരിഭ്രമത്തോടെയും സന്തോഷത്തോടെയും കൂടി വേദ ചോദിച്ചു, വിക്രം, നിങ്ങളിപ്പോൾ എവിടെയുണ്ട്? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരം എനിക്കൊരു കുഴപ്പമില്ല വേദ എന്ന് വിക്രം പറയാണ്. നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് പറ എന്ന് വേദ കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ ആരോടും പറയരുത്, ഞാൻ വാസവൻ്റെ ഗോഡൗണിൽ ഒളിച്ചിരിക്കുകയാണെന്ന് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ വേദ ഒന്ന് ഞെട്ടിപ്പോയി. ഇവിടെയാകുമ്പോൾ അവൻ എന്നെ സംശയിക്കില്ല. രാത്രി അവൻ്റെ ശിങ്കിടികൾ കിടക്കാൻ വരുന്ന സ്ഥലമാണിത്. പകലൊന്നും ആരും ഇവിടെ കാണില്ല. നീ വിഷമിക്കേണ്ട വേദ, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ നിരപരാധിത്വം തെളിച്ച് ഞാൻ പുറത്തു വരും. വരുണിനെ കുത്തിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. വേദ വിടാതെ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം. ആ കാലൊന്നും ശരിയായിട്ടൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് വരാം. പക്ഷേ വിക്രം അത് തടഞ്ഞു. അതൊന്നും വേണ്ട വേദ, പുളിക്കനെ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. അതുവരെ എനിക്കിവിടെ നിന്നേ പറ്റൂ എന്ന് പറയും. ഇത് ആരുടെ ഫോണാണ് എന്ന് വേദ ചോദിച്ചപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഇവിടെ ഇരുന്നൊരു ഫോണായിരുന്നു. ഫോൺ കിട്ടിയ ഉടനെ തന്നെ ഞാൻ നിന്നെ വിളിച്ചതാണ്. നമ്പർ നീ ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്തേക്ക്, ഇങ്ങോട്ടേക്ക് വിളിക്കരുത് എന്നും പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വിക്രം ഗുണ്ടകളെ നിരീക്ഷിച്ചു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭിലാഷ് വന്നു. അഭിലാഷിനെ കണ്ടപ്പോൾ വിക്രം ദേഷ്യത്തോടെ തന്നെ നോക്കുകയാണ്. എടാ, നീ എവിടെയായിരുന്നടാ ഇത്രയും നേരമെന്ന് കൂടെയുള്ളവർ ചോദിച്ചപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, അതൊക്കെ പറയാം. എന്താ നിന്റെ അടുത്ത പ്ലാന് എന്ന് ചോദിച്ചപ്പോൾ വിക്രമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാസവൻ സർ കൊടുത്ത കൊട്ടേഷനാണെന്ന് അഭിലാഷ് വെളിപ്പെടുത്തി. ഞങ്ങൾ അവനെ തേടി നടക്കുകയാണെന്നും വാസവൻ സർ ഉറക്കം പോലുമില്ലാതെ അലകിയാണെന്നും ഗുണ്ടകൾ പറഞ്ഞു. കയ്യിൽ കിട്ടിയ അവനെ ബാക്കി വെക്കില്ലെന്ന് അവർ വീരവാദം മുഴക്കി. അന്നേരം അഭിലാഷ് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആ വരുണിനെ കൊല്ലാൻ എനിക്കും കൊട്ടേഷൻ കിട്ടിയതാണ്. പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്നങ്ങ് മിസ്സായിപ്പോയി.
ഇത് കേട്ടപ്പോൾ ഗുണ്ടകളെ ഞെട്ടി. എന്താടാ നീ പറയുന്നത്? സാറിൻ്റെ മകനെ കൊല്ലാൻ നിനക്ക് കൊട്ടേഷൻ തന്നത് ആരാണ്? അന്നേരം അഭിലാഷ് പറഞ്ഞു, ആ ജഡ്ജി ശ്രീകാന്താണെന്ന്. വിക്രമിൻ്റെ മെയിൻ ശത്രു അയാളാണ്. എങ്ങനെയെങ്കിലും വിക്രത്തിനെ കൊല്ലണം, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റം ചുമത്തി അവനെ ജയിലിൽ അടക്കണം. അതാണ് അയാളുടെ ആഗ്രഹം. ഇത് കേട്ട് ഒളിച്ചു നിന്ന വിക്രം ആകെ സ്തംഭിച്ചു പോയി. വരുണിനെ കുത്തിയത് ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അഭിലാഷ് പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. ആ കൊട്ടേഷൻ ഞാൻ എടുത്തതായിരുന്നു. പക്ഷേ അയാൾ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു. മറ്റൊരാളാണ് അത് ചെയ്തത്. പക്ഷേ അതാരാണ് ചെയ്തത് എന്ന് ശ്രീനിവാസന്റെ വലം കൈയായ പുളിക്കന് മാത്രമേ അറിയുള്ളൂ. വിക്രത്തിൻ്റെ പേര് വിളിച്ചു പറഞ്ഞത് ആ പുളിക്കനല്ലേ? അയാളുടെ കയ്യിലിരുന്ന സത്യം പുറത്തു വരും. വിക്രമിൻ്റെ കയ്യിലെങ്ങാനും അവൻ പെട്ടുകഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും. ഇത് വാസവൻ സർ ഒരിക്കലും അറിയാൻ പാടില്ല. അഭിലാഷ് ലഹരിയിൽ സത്യങ്ങൾ അങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഗുണ്ടകൾ പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾ ആരോടും പറയില്ല. അന്നേരം വിക്രം തെറ്റുകാരനല്ലല്ലേ എന്ന് ചോദിക്കും. അഭിലാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, അവനല്ല വരുണിനെ കുത്തിയത് എന്ന് പറയും. ഇത് കേട്ട് വിക്രം അങ്ങ് പകച്ചു നിൽക്കുകയാണ്. പുളിക്കനെ കൊണ്ട് സത്യം പറയിപ്പിച്ച് ശ്രീകാന്തിനെ പൂട്ടണമെന്ന് വിക്രം അതോടുകൂടെ തന്നെ ഉറച്ചു തീരുമാനിച്ചു. ഇനി അവൻ തനിക്ക് ശല്യമാവരുത് എന്ന് വിക്രം കണക്ക് കൂട്ടി. മദ്യപിച്ചവർ അവിടെ തന്നെ ഉറക്കമായിരുന്നു. വിക്രമിന് ശ്രീകാന്തിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. പുളിക്കനെ ശ്രീകാന്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാവുമോ എന്ന് അവൻ സംശയിച്ചു. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും തെളിവുകൾ ഹാജരാക്കണമെന്നും വിക്രം തീരുമാനിച്ചു. പതുക്കെ വിക്രം ഉറങ്ങിക്കിടക്കുന്ന അഭിലാഷിൻ്റെ അരികിലേക്കെത്തി അവനെ അങ്ങ് താഴെയിട്ടു. പെട്ടെന്നുണർന്ന അഭിലാഷിനെയും ഗുണ്ടകളെയും വിക്രം അങ്ങ് തല്ലിച്ചതച്ചു. വിക്രമിനെ കണ്ട് അഭിലാഷ് ശരിക്കും അങ്ങ് വിറച്ചുപോയി. എന്തിനാ എന്നെ തല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിക്രം പറഞ്ഞു, ഒന്നുമില്ലടാ, എല്ലാം പറയണം നീ. വരുണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിനക്ക് കൊട്ടേഷൻ തന്നത് ശ്രീകാന്താണോ? അഭിലാഷ് പേടിയോടുകൂടെ പറഞ്ഞു, അതെ, അയാളാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, പുളിക്കനും പിന്നെ ശ്രീകാന്തിൻ്റെ അച്ഛൻ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു എന്ന് പറയും. വേറെ ആരാണ് എന്ന് ദേഷ്യത്തോടു കൂടെ തന്നെ വിക്രം ചോദിക്കുന്ന സമയത്ത് തന്നെ അഭിലാഷ് പറയുന്നുണ്ട്, ആ ഇൻസ്പെക്ടർ സാബു ഉണ്ടായിരുന്നു എന്ന്. അവരൊക്കെ ചേർന്ന് കൊണ്ട് തന്നെ ഈ ദൗത്യം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കാശ് വരെ തന്നതാണ്. അപ്പോഴാണ് വേറൊരു കേസിൽ എന്നെ പോലീസ് പൊക്കിയത്. വരുണിനെ കുത്തിയത് ആരാണെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. സംശയമുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിൽ ചോദിച്ചോ എന്നൊക്കെ പറയണം അഭിലാഷ്. അന്നേരം കൂടെയുള്ള ഗുണ്ടകൾ വാസവനെ വിളിച്ചിട്ട് വിക്രം ഗോഡൌണിലുണ്ട് എന്ന് പറഞ്ഞു. വാസവൻ വരുന്നതറിഞ്ഞുകൊണ്ട് തന്നെ വിക്രം വേദം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. വാസവൻ എത്തിയപ്പോഴേക്കും വിക്രം അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. ദേഷ്യം വന്ന വാസവൻ അവിടെയുള്ള സാധനങ്ങളെല്ലാം അങ്ങ് വലിച്ചെറിഞ്ഞ് ഉടച്ചു പൊട്ടിച്ചു. അവൻ എവിടെയാണെങ്കിലും അവനെ ഉടനെ തന്നെ പിടിക്കണമെന്ന് അയാൾ അലറിക്കൊണ്ട് പറഞ്ഞു. വാസവനും കൂട്ടരും അവരെ തിരയാൻ തുടങ്ങി. വിക്രം ഓടി രക്ഷപ്പെട്ട് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്കാണ് എത്തിയത്. മതിൽ ചാടി വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ജനലിൻ്റെ ലോക്ക് തുറന്ന് അകത്തേക്ക് കയറി. ചന്ദ്രശേഖരൻ കിടക്കുന്ന മുറി കണ്ടുപിടിച്ച് ശബ്ദമുണ്ടാക്കാതെ അയാളുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചു. എന്നാൽ വിക്രത്തെ അവിടെ കണ്ടതോടുകൂടെ തന്നെ ചന്ദ്രശേഖരൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഒരു തോർത്തെടുത്തുകൊണ്ട് തന്നെ വിക്രം അയാളുടെ വായും കയ്യും അങ്ങ് കെട്ടിയിട്ടുകൊണ്ട് തന്നെ കത്തി കഴുത്തിൽ വെച്ച് വിക്രം പറഞ്ഞു, മിണ്ടിപ്പോവരുത് എന്ന്. ചന്ദ്രശേഖരനാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുമെന്നും വിക്രം ഭീഷണിപ്പെടുത്തി. കെട്ടഴിച്ചപ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന്. വാസവനല്ലേ നിന്നെ കൊല്ലാൻ നടക്കുന്നത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വാസവൻ എന്നെ കൊല്ലാൻ നടക്കുന്നത് ഞാൻ അവൻ്റെ മകനെ കൊന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷേ വരുണിനെ കൊല്ലിച്ചത് ഞാനല്ല, നിങ്ങളാണ്. നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് അവൻ മരിച്ചത്. ചന്ദ്രശേഖരൻ അത് നിഷേധിച്ചപ്പോൾ വിക്രം കത്തി വീണ്ടും കഴുത്തിനങ്ങ് ചേർത്ത് പിടിച്ചു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അഭിലാഷ് എല്ലാം പറഞ്ഞു. ജീവൻ വേണോ എങ്കിൽ സത്യം പറ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, വിക്രം എന്നെ വിട്, ഞാൻ പറയാം, ആരോടും പറയരുത്. ഇൻസ്പെക്ടർ സാബുവാണ് വരുണിനെ കുത്തിയത് എന്ന് പറയും. ഇത് കേട്ടപ്പോൾ വിക്രം ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. നീയും ശ്രീകാന്തും കൂടിയിട്ടാണോ അത് ചെയ്യിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അതെ, നിന്നെ കൊടുക്കാനായിരുന്നു പ്ലാന്. പുളിക്കൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറയാൻ അയാൾ. വിക്രം അയാളുടെ കഴുത്തിനങ്ങ് പിടിച്ച് ഞെരിച്ചു. താനൊക്കെ ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിക്കാണ്. ഇതിൻ്റെയൊക്കെ ഒച്ച കേട്ടുകൊണ്ടതിന് ദർശൻ അങ്ങനെ മുറിയിലേക്ക് വന്നു. വിക്രത്തെ അവിടെ കണ്ട് ദർശനൊന്ന് അമ്പരന്നു. വിക്രം പറയുന്നുണ്ട്, സർ എന്നോട് ക്ഷമിക്കണം. വരുണിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് സാറിൻ്റെ അച്ഛനും ശ്രീകാന്തും ചേർന്നുകൊണ്ടാണ്. അതറിഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയും. ദർശൻ അച്ഛനോട് ചോദിക്കുന്നത്, സത്യമാണോ ഇത് അച്ഛാ എന്ന്. ചന്ദ്രശേഖരൻ ആ ഒരു കുറ്റമേറ്റു പറഞ്ഞു. വിക്രത്തെ കൊടുക്കാൻ വേണ്ടി പുളിക്കനെ കൊണ്ട് പേര് പറയിപ്പിച്ചതാണ് ഞങ്ങളെന്ന് അയാൾ സമ്മതിച്ചു. ദർശന് അത് കേട്ടിട്ട് അങ്ങ് ദേഷ്യം വന്നു. എങ്ങനെ തോന്നി അച്ഛാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ദർശൻ അച്ഛനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പറയാണ്. ചന്ദ്രശേഖരൻ മാപ്പപേക്ഷിച്ചുവെങ്കിലും ദർശൻ വിട്ടില്ല. ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് വരണമെന്നും പറയും. വിക്രത്തിനോട് ദർശൻ പറയുന്നുണ്ട്, നീ ഇന്ന് രാത്രി വാസവൻ്റെ കയ്യിൽ ഒരിക്കലും പെടരുത് എന്ന്.
ഞാൻ നിന്നെ സഹായിക്കാം. വിക്രം പറയുന്നത് എനിക്ക് പുളിക്കനെ കൂടി കണ്ടുപിടിക്കണം. വിക്രം അതും പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. ദർശൻ അച്ഛനെയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ചന്ദ്രശേഖരൻ പോലീസിന് മൊഴി കൊടുത്തു. പോലീസ് പറയുന്നുണ്ട് ഇന്നത്തേക്കൊരു ദിവസം ഇയാൾ ഇവിടെ കിടക്കേണ്ടി വരും, നാളെ ജാമ്യത്തിലിറക്കാമെന്ന് പറയും. വിക്രം പതിയെ വേദയുടെ വീട്ടിലേക്കെത്തി ജനലിൽ തട്ടി വിളിച്ചു. വിക്രമിനെ കണ്ട് വേദ അങ്ങ് ഞെട്ടിപ്പോവാണ്. വരുണിനെ കൊന്നത് ഇൻസ്പെക്ടർ സാബുവാണെന്ന് വിക്രം പറഞ്ഞു കൊടുക്കുകയാണ് വേദയോട്. നിന്റെ ഏട്ടൻ ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നറിഞ്ഞപ്പോൾ വേദയ്ക്ക് ശരിക്കും അത് വിശ്വസിക്കാനേ ആയില്ല. ദീപ്തിയെ വരുണിൽ നിന്ന് മാറ്റാനും വിക്രമിനെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്തത് എന്ന് വിക്രം പറഞ്ഞു. വേദ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ ഇത്രയും അധികം ദുഷ്ടനാണെന്ന കാര്യം ഞാൻ കരുതിയിരുന്നില്ല വിക്രം. അയാളെ ഞാൻ വെറുതെ വിടില്ല. വിക്രം പറയുന്നുണ്ട് അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. വേദ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ ഇനി പുളിക്കനെ കണ്ടുപിടിക്കാൻ നോക്ക്. വിക്രം അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അഭിലാഷും സംഘവും പുളിക്കനെ പിടികൂടി വിക്രമിന് കൈമാറാൻ തന്നെ തീരുമാനിച്ചു. അവർ പുളിക്കനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി വിക്രമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വിക്രം അവനെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കാണ്. അഭിലാഷ് പറയുന്നുണ്ട് ഇവരെ ഇനി നീ എടുത്തോ, സത്യം പറയിപ്പിക്ക്, എന്നെ ഇതിൽ വലിച്ചഴക്കരുത് എന്ന് പറയും. പുളിക്കൻ വിക്രത്തിനോട് മാപ്പിരക്കുന്നുണ്ട്. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ സത്യം പറയാമെന്ന് പറയും. ഇൻസ്പെക്ടർ സാബുവാണ് വരുണിനെ കുത്തിയത് എന്നും ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണ് പേര് പറയാൻ പറയിപ്പിച്ചത് എന്നും അവൻ സമ്മതിച്ചു. വിക്രം അവനെയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് പോയി. ചന്ദ്രശേഖരനും പുളിക്കനും അകത്തായി. ശ്രീകാന്തിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസ് വേദയുടെ വീട്ടിലേക്കെത്തി. ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വേദ അവൻ്റെ മുഖത്തങ്ങ് ആഞ്ഞടിച്ചു. എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുന്ന സമയത്ത് തന്നെ വേദ ശ്രീകാന്ത് ചെയ്ത എല്ലാ ചതികളും അങ്ങ് വിളിച്ചു പറയാണ്. പോലീസ് ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ശങ്കരനാരായണാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു പോവാണ്. വേദ അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. സ്റ്റേഷനിൽ വെച്ച് ശ്രീകാന്തും ചന്ദ്രശേഖരനും തമ്മിൽ തർക്കമായിരുന്നു. വിക്രം വാസവനെ വിളിപ്പിച്ചു. വാസവൻ വന്നപ്പോൾ പോലീസ് സത്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. വിക്രം നിരപരാധിയാണെന്ന് വാസവന് അതോടുകൂടെ ബോധ്യമായി. ഇൻസ്പെക്ടർ സാബുവാണ് പ്രതി എന്നറിഞ്ഞപ്പോഴേക്കും വാസവൻ അവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. വാസവൻ വിക്രമിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട് ഇനിയെങ്കിലും മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്കുകയെന്ന് പറയും. വിക്രം വേദയും കൂട്ടിയിട്ട് അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. രണ്ടുപേരും കയറി വരുന്നത് കാണുന്ന സമയത്തിന് സുധാകരൻ മാഷിനും കമലമ്മക്കും വളരെയധികം സന്തോഷമായിരിക്കും. അങ്ങനെ ഒത്തിരി അധികം സ്നേഹത്തോടു കൂടിയായിരിക്കും രണ്ടുപേരെയും അവർ സ്വീകരിക്കുന്നത്. ഇതേ സമയത്തിന് പോലീസ് സ്റ്റേഷനിലെ ആകെ തുക മാറിയിരുന്നു. ഇതേ സമയത്തന്നെ പോലീസ് സ്റ്റേഷനിലാണ് കാണിക്കുന്നത്. അഴിക്കുള്ളിൽ കിടക്കുന്ന ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും മുഖത്ത് ഭയവും പരസ്പരവുമുള്ള വിദ്വേഷവുമാണ്. അപ്പോഴും വിക്രമിൻ്റെ കൈകൾ മുറുക്കി പിടിച്ചുകൊണ്ടതിന് വേദ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം വാസവൻ്റെ അടുത്തേക്ക് നടന്നു. വാസവൻ ആകെ തളർന്നിരിക്കുകയാണ്. തൻ്റെ മകൻ്റെ യഥാർത്ഥ കൊലയാളി മുന്നിലുണ്ടായിട്ട് പോലും താൻ ഇത്രയും കാലം ഒരു നിരപരാധിയാണല്ലോ വേട്ടയാടുന്നത് എന്ന കുറ്റബോധം അയാളെ നീറ്റുന്നുണ്ടായിരുന്നു. വിക്രം വാസവൻ്റെ തോളിൽ കൈവച്ചു പറഞ്ഞു, വാസവൻ സാറേ, പ്രതികാര കണ്ണുകളെ ഇരട്ടിലാക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ആയുധം താഴെ വെച്ച് ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക്. വാസവൻ വിതുമ്പിക്കൊണ്ട് വിക്രമിൻ്റെ കൈകൾ പിടിച്ചു. എനിക്ക് തെറ്റുപറ്റിപ്പോയി വിക്രം, എൻ്റെ മോൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല എന്ന് പറയും. അവിടെ നിന്ന് വിക്രമും വേദയും നേരെ പോയത് ദീപ്തിയുടെ അടുത്തേക്കാണ്. വരുണിൻ്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ ഒരു ശില കണക്കെ ഇരുന്ന ദീപ്തിയെ വേദ ചേർത്ത് പിടിച്ചു. ദീപ്തി, വരുണിനെ കൊന്നവർക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഏട്ടൻ ശ്രീകാന്താണ് ഇതിനെല്ലാം പിന്നിലെ എന്നോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദീപ്തി വേദയുടെ തോലിൽ കിടന്നുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീരിൽ വലിയൊരു പ്രണയത്തിൻ്റെ നഷ്ടവും ചതിയുടെ വേദനയും ഉണ്ടായിരുന്നു. പിന്നീട് വിക്രം വേദയെ കൂട്ടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. എല്ലാ സത്യം തെളിച്ചുകൊണ്ട് തന്നെ അവർ വീട്ടിലേക്ക് കടന്നു വരുന്നതും കണ്ടുകൊണ്ട് തന്നെ കമലമ്മയും മാഷും വീട്ടുപടിക്കൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രമിനെ കണ്ടപ്പോൾ കമലമ്മ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോൻ തെറ്റുകാരനല്ല എന്ന് എനിക്കറിയാമായിരുന്നു. ആ അമ്മയുടെ കണ്ണുനീർ വിക്രമിൻ്റെ ഷർട്ടിൽ അങ്ങ് പടർന്നു. മാഷി വിക്രമിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ അനുഗ്രഹിച്ചു. വേദയെ നോക്കി അദ്ദേഹം പറയുന്നുണ്ട്, മോളെ, നീ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മോൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന്. ഈ വീടിൻ്റെ ഐശ്വര്യം നീയാണ് എന്ന് പറയും. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കോടതിയിൽ വിചാരണ ആരംഭിച്ചു. ചന്ദ്രശേഖരനും ശ്രീകാന്തും പുളിക്കനുമെതിരെ ശക്തമായ തെളിവുകൾ നിരത്താൻ ദർശൻ തന്നെ മുന്നിട്ടിറങ്ങി. സ്വന്തം അച്ഛനാണെങ്കിലും നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ തന്നെ ദർശൻ കാണിച്ച ആർജവം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇൻസ്പെക്ടർ സാബുവിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും അയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തു. ഒരു ശുഭമുഹൂർത്തത്തിൽ വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം വീണ്ടും ലളിതമായി തന്നെ നടന്നു. വാസവൻ പോലും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. താൻ തകർത്ത് കളയാൻ ശ്രമിച്ച ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ അയാളുടെ ഉള്ളിൽ ഒരു സമാധാനം വിരിഞ്ഞു. വിവാഹശേഷം വിക്രമും വേദയും കൂടി കടൽ തീരത്തേക്ക് പോയി. അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് പടർന്ന ആകാശത്തേക്ക് നോക്കി വിക്രം പറഞ്ഞു, വേദ, ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ സഹിച്ചു, പക്ഷേ സത്യം എപ്പോഴും ജയിക്കും. വേദ വിക്രമിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഇനി നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല വിക്രം, നമ്മൾ ജയിച്ചു കഴിഞ്ഞു എന്ന് പറയും.
അങ്ങനെ പവിത്രം സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.